ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിലോ കട്ടിളപ്പാളികളിലോ മാത്രം ഒതുങ്ങുന്നതല്ല ഈ മോഷണം. ശ്രീകോവിലിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന ശിവരൂപവും വ്യാളീരൂപവും ഉൾപ്പെട്ട പ്രഭാമണ്ഡലത്തിലെ സ്വർണ്ണപാളികൾ വരെ സൂക്ഷ്മമായി ഇളക്കി മാറ്റപ്പെട്ടു. ദശാവതാരങ്ങളും രാശിചിഹ്നങ്ങളും ആലേപനം ചെയ്ത ചെമ്പുപാളികളിൽ നിന്ന് അതീവ വിദഗ്ധമായ രീതിയിലാണ് സ്വർണം വേർതിരിച്ചെടുത്തത്. പ്രാഥമിക കണക്കുകൾ പ്രകാരം 989 ഗ്രാം സ്വർണമാണ് ഇതിനകം നഷ്ടപ്പെട്ടതായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നാൽ VSASലെ ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തുവരുന്നതോടെ ഈ കൊള്ളയുടെ യഥാർത്ഥ വ്യാപ്തി ഇനിയും വർദ്ധിക്കുമെന്നാണ് സൂചന. 2019 ജൂലൈ മാസത്തിലാണ് ഈ ആസൂത്രിത കൊള്ള നടന്നത്. സ്വർണ്ണപാളികൾ മിനുക്കാനെന്ന വ്യാജേനയാണ് പ്രതികൾ ശ്രീകോവിലിൽ പ്രവേശിക്കാനുള്ള അവസരമൊരുക്കിയത്. പിന്നീട് ഈ പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിലേക്ക് കടത്തുകയായിരുന്നു. അവിടെ അതീവ വീര്യമുള്ള രാസമിശ്രിതം ഉപയോഗിച്ച് ചെമ്പുപാളികളിൽ നിന്ന് സ്വർണം അടർത്തിയെടുത്തു. ഇങ്ങനെ വേർതിരിച്ചെടുത്ത സ്വർണത്തിന്റെ ഒരു ഭാഗം പ്രതികൾ കൈക്കലാക്കി. ബാക്കി ഭാഗം ബെല്ലാരിയിലെ ഒരു ജ്വല്ലറി ഉടമയുടെ സഹായത്തോടെ മറിച്ചു വിൽക്കുകയും ചെയ്തു. സാധാരണയായി ഇത്തരം മിനുക്കുപണികൾ നടക്കുമ്പോൾ ദേവസ്വം വിജിലൻസും ഉന്നത ഉദ്യോഗസ്ഥരും ചീഫ് എഞ്ചിനീയർ അടക്കമുള്ളവരും കർശന മേൽനോട്ടം വഹിക്കേണ്ടതാണ്. എന്നാൽ ഈ കേസിൽ സ്വർണ്ണപാളികൾ യഥേഷ്ടം പുറത്തേക്ക് കടത്താൻ ഉദ്യോഗസ്ഥർ തന്നെ മൗനാനുവാദം നൽകിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഗുരുതരമായ കണ്ടെത്തൽ. സ്വർണത്തിന്റെ അളവ് രേഖപ്പെടുത്തിയിരുന്ന പഴയ കണക്കു പുസ്തകങ്ങളിലും സ്റ്റോക്ക് രജിസ്റ്ററുകളിലും വ്യാപകമായ കൃത്രിമം നടന്നതായും അന്വേഷണത്തിൽ വ്യക്തമായി. സ്വർണം ഇളക്കി മാറ്റിയ ശേഷം പാളികൾ തിരികെ സ്ഥാപിച്ചപ്പോൾ സ്വർണത്തിന്റെ കുറവ് കണ്ടില്ലെന്ന് നടിച്ച ഉദ്യോഗസ്ഥരുടെ നിലപാട് ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലാണ്. ചെന്നൈയിലെ സ്ഥാപനത്തിലേക്ക് ഈ പാളികൾ കൊണ്ടുപോകാൻ ഔദ്യോഗികമായ ഒരു അനുമതിയും ഉണ്ടായിരുന്നില്ല. ദേവസ്വം ബോർഡിലെ ചില ഉന്നതരുടെ കൃത്യമായ നിർദ്ദേശപ്രകാരമാണ് ഇതെല്ലാം നടന്നതെന്ന് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴി അന്വേഷണത്തെ പുതിയ വഴിതിരിവിലേക്ക് നയിക്കുന്നു. കൊള്ള നടന്ന കാലയളവിൽ ചുമതലയിലിരുന്ന ദേവസ്വം കമ്മീഷണർമാരും മരാമത്ത് വിഭാഗത്തിലെ എഞ്ചിനീയർമാരും ഓവർസിയർമാരും ഇപ്പോൾ അന്വേഷണ പരിധിയിലാണ്. VSASലെ റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വരുന്നതോടെ കേരളം കണ്ട ഏറ്റവും വലിയ ക്ഷേത്രക്കൊള്ളയിൽ കൂടുതൽ വലിയ പേരുകൾ കുടുങ്ങുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ഇത് വെറും സ്വർണ്ണക്കൊള്ളയല്ല, വിശ്വാസത്തോടുള്ള ഒരു വലിയ വഞ്ചനയാണ്.